ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു മൂവിയാണ്. മൂവി ഡീറ്റെയിൽസ് വന്ന് കമൻറ്റ് ബോക്സിൽ കാണുന്നതായിരിക്കും. ഇതൊരു ഹൈസ്കൂൾ ബേസ് ചെയ്തൊരു ലവ് സ്റ്റോറിയാണ്. ഹീറോ വന്ന് പണക്കാര വീട്ടിലുള്ള ഒരു കുട്ടിയാണ്. അതേസമയം ഭയങ്കര ഹാൻസം ആൻഡ് ഗുഡ് ലുക്കിംഗ് ആണ്. റൂഡ് ആൻഡ് റൗഡി ക്യാരക്ടർ ഹീറോയ്ക്കും ഇന്നസെൻ്റായ ഹീറോയിനും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ഹീറോയിൻ്റെ ക്യാരക്ടർ വന്ന് ഭയങ്കര റൂഡാണ്, എപ്പോഴും അടി ഉണ്ടാക്കി നടക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ അതേസമയം ഒരു പാവം കുട്ടിയാണ്. ഹീറോയിനുടെ പേര് വന്ന് സൽമ. ഹീറോയുടെ പേര് വന്ന് ഹീറോയ്ക്കാണെങ്കിൽ ഗേൾസിനെ എന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ ഹീറോയിനെ കാണുമ്പോൾ അതൊക്കെ മാറും. ഹീറോയിനെ കണ്ടുടനെ തന്നെ ഹീറോയ്ക്ക് ഇഷ്ടമാവും. തുടർന്ന് ഹീറോയിൻ്റെ പിറകെ ആയിരിക്കും. എന്നാൽ ഹീറോയിനാണെങ്കിൽ ഹീറോയെ മൈൻഡ് പോലും ചെയ്യത്തില്ല. മൂവി ഫസ്റ്റ് തന്നെ കാണുന്നത് ഹീറോയിനെയാണ്. ഹീറോയിനാണെങ്കിൽ പുതിയ സിറ്റിയിലോട്ട് മാറി വന്നിരിക്കുകയാണ്. അതായത് ഹീറോയുടെ സ്കൂളിലേക്ക് ന്യൂ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഹീറോയിൻ ചേർന്നിരിക്കുന്നത്. അന്നാണെങ്കിൽ ഹീറോയിൻ ലേറ്റായിട്ടാണ് വന്നത്. ലേറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ ഗേറ്റ് ക്ലോസ് ആയിരുന്നു. അവൾ അവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ആരെങ്കിലും ഉണ്ടോ, തുറന്നു തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമാണെങ്കിൽ ഹീറോ ബാക്കിൽ നിന്ന് വരികയാണ്. ഹീറോയിനോട് ചോദിക്കുകയാണ്, നീ ആരാ, നീ ഈ സ്കൂളിൽ പുതിയതാണോ, ഈ സ്കൂളിലെ റൂളൊന്നും നിനക്ക് അറിയത്തില്ലേ, ഇവിടെ ലേറ്റായിട്ട് വന്നാൽ വീണ്ടും തിരിച്ച് വീട്ടിൽ തന്നെ പോകണം, ഇവിടെ അല്ലാതെ കയറ്റത്തൊന്നുമില്ല. പക്ഷേ അവൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഹീറോയുടെ തലയിൽ പറ്റിയ പരിക്കായിരുന്നു ശ്രദ്ധിച്ചത്. ഉടനെ തന്നെ അവൾ കയ്യിലിരുന്ന ബാൻഡേജ് എടുത്ത് വെച്ച് കൊടുത്തു. എന്നാൽ ഹീറോയ്ക്ക് അതൊരു വല്ലാത്ത മൂമെൻ്റ് ആയിപ്പോയി. ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഹീറോ ചോദിക്കാൻ, നിനക്ക് അകത്ത് പോകാൻ ആഗ്രഹമുണ്ടോ, എങ്കിൽ ഞാൻ കൊണ്ടുപോകാം. അവൾക്ക് ഒരു കുറുക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഏണിയൊക്കെ വെച്ചിട്ടുള്ള വഴിയാണത്. അവൾ അതുവഴി കയറി തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ഹീറോയെ കാണാതാവുകയാണ്. എവിടെ പോയെന്ന് അവളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൾ ക്ലാസ്സിലെത്തി അവളുടെ കൂട്ടുകാരിയായ 2 പേരെടുത്ത് ഈ കാര്യം പറയാണ്, തന്നെ ഇതുപോലൊരു പയ്യൻ ഹെൽപ്പ് ചെയ്തു എന്ന്. അപ്പോൾ അവരാണെങ്കിൽ എക്സൈറ്റഡായി ചോദിക്കുക, അത് ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ പുറകിലോട്ട് പോകുന്നത്. അത് സ്കൂൾ പിള്ളേരുടെ അടിയായിരുന്നു. വേറെ ആരും തന്നെ ആയിരുന്നില്ല, അത് നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. അവനാണെങ്കിൽ ഒരു സീനിയർ പയ്യനെ എടുത്തിട്ട് നന്നായിട്ട് അടിക്കുകയാണ്. സ്കൂളിലെ മുഴുവൻ കുട്ടികളും അത് കണ്ടു നിൽക്കുന്നു. കൂട്ടത്തിൽ ഹീറോയിനും ഉണ്ടായിരുന്നു. അവളും ആ ഫൈറ്റ് കണ്ടിരുന്നു. എന്നാൽ അവൾക്ക് ഈ ഫൈറ്റിനോടൊന്നും അത്ര താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നില്ല. തുടർന്ന് കൂട്ടുകാരുമായി സംസാരിക്കുന്നതിടെ, ഓ, നിന്നെ ഹെൽപ്പ് ചെയ്തത് ഇവനായിരുന്നു. ഒരു കൂട്ടുകാരി പറയാണ്, അവൻ്റെ ക്യാരക്ടറൊക്കെ നല്ലതാണ്, പക്ഷേ അവൻ തെറ്റ് കണ്ടാലൊക്കെ പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷെ വേറൊരു കൂട്ടുകാരി പറയാണ്, അവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല, നീ അവനോട് കൂട്ടുകൂടാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ ഹീറോയിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, അവനെ കുറേ ഗേൾസ് നോക്കിയതാണ്, പക്ഷേ അവൻ ആരെയും ഇതുവരെ നോക്കിയിട്ടില്ല. ഹീറോയിൻ ചോദിക്കുക, അവൻ എന്താ ഇങ്ങനെ ആരുടെ മിണ്ടാറില്ലേ? ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാം, നിനക്കെന്താ വല്ല ഇൻട്രസ്റ്റും ഉണ്ടോ അവൻ്റെ മേലെ? എനിക്കൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചത്. അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഹീറോ ആയ നാഥനും അവൻ്റെ കൂടെ അടി ഉണ്ടാക്കിയ സീനിയറും സാറിൻ്റെ നിന്ന് പണിഷ്മെൻറ്റ് വാങ്ങിയാണ്. സാർ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ഹീറോ അതൊന്നും ചെവിക്കൊടുക്കാൻ നിന്നില്ല. ആ നേരം മുഴുവൻ ഹീറോയുടെ ശ്രദ്ധ ഹീറോയിനിലായിരുന്നു. ഹീറോയിനെ നോക്കി ചിരിച്ചുകൊണ്ടായിരുന്നു അവൻ നിന്നിരുന്നത്. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുക, ഇവൻ ഇതുപോലെ ആരെയും നോക്കി ചിരിക്കാറൊന്നുമില്ല, എനിക്കെന്തോ തോന്നാം അവന് നിന്നെ ഇഷ്ടമാണെന്ന് എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് ഹീറോയിനോട് പറയുകയാണ്. അങ്ങനെ നിൽക്കുകയാണ്. ഹീറോയിൻ്റെ നേരെ ഒരു ബോൾ പെട്ടെന്ന് വന്ന് ഇരിക്കുന്നത്. ഹീറോയിനാകട്ടെ മടങ്ങി വരികയാണ്. ഒട്ടും തന്നെ ചിന്തിക്കാതെ ഹീറോ ഓടി വന്ന് ഹീറോയിനെ വാരിയെടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹീറോയിൻ കണ്ണു തുറന്നതും ഹീറോ പറയാണ്, നിനക്കൊന്നുമില്ല, നീ മരുന്നൊക്കെ കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഇത് കണ്ട സാറ് പറയാണ്, നീ എന്താ വലിയ ഹീറോ ഒക്കെ ആണോ? ഇതൊക്കെ ഞാൻ കൊറിയൻ ഡ്രാമയിൽ കുറേ കണ്ടതാ, മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോകാൻ നോക്ക്. ഹീറോയിൻ വീട്ടിലെത്തിയപ്പോഴും ഹീറോയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, നിനക്കിപ്പോൾ എങ്ങനെ ഉണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ആ മെസ്സേജ്. ഹീറോയിൻ വളരെ ഷോക്കായി പോയി. എൻ്റെ നമ്പർ എങ്ങനെയാണ് അവന് കിട്ടിയതായിരിക്കും എന്ന് അവൾ കുറേ ആലോചിച്ചു. അതുമാത്രമല്ല, ഹീറോയിൻ്റെ മനസ്സിൽ ഹീറോ എപ്പോഴും ഒരു വില്ലൻ ചെക്കനായിരുന്നു. തുടർന്ന് കൂട്ടുകാരിയുമായി സംസാരിച്ചപ്പോഴാണ് അവൾ അറിഞ്ഞത് അവളുടെ കൂട്ടുകാരിയായിരുന്നു നമ്പർ നൽകിയതെന്ന്. അവളോട് ചോദിക്കുകയായിരുന്നു, നീ എന്തിനാ എൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്പറൊക്കെ കൊടുത്തേ? അപ്പോൾ ഫ്രണ്ട് പറയാം, അവന് നിൻ്റെ കാര്യത്തിൽ കുറേ അധികം വിഷമമുണ്ടായിരുന്നു, നിനക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുമാത്രമല്ല, നീ വാങ്ങിക്കിടന്നപ്പോൾ നിന്നെ ഒരു ഹീറോ പോലെയാണ് അവൻ തൂക്കിക്കൊണ്ടുപോയത്, ഇതുപോലെ ഒരു പയ്യനെ ആർക്ക് കിട്ടാനാ എന്ന് ഫ്രണ്ട് പറയാം. ഹീറോയിൻ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് 2 പേര് അവളെ കാറിൽ ഫോളോ ചെയ്യായിരുന്നു. ഇത് കണ്ട ഹീറോ വന്ന് ഹീറോയിനോട് പറയാം, നീ ബൈക്കിൽ കയറി നമുക്ക് പോകാമെന്ന് പറയാം. എന്നാൽ ആ റൗഡീസ് ആകട്ടെ ഹീറോയിനോട് പറയാം, ഇവനെ കണ്ട സ്കൂൾ പയ്യനെ പോലും ഉണ്ടോ, ഇവൻ്റെ കയ്യിൽ പൈസ ഒന്നും കാണാൻ വഴിയില്ല, നീ ഞങ്ങളുടെ കൂടെ പോര്, നമുക്ക് പാർക്ക് ബീച്ച് എന്ന് പറഞ്ഞ് കറങ്ങാം. എന്നാൽ ഇത് കേട്ടപാടെ ഹീറോ ആണെങ്കിൽ ശക്തമായി പ്രതികരിക്കുക, നിനക്ക് എത്ര ധൈര്യമുണ്ട്, നീ എൻ്റെ പെണ്ണിനെ കുറിച്ച് എൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഹീറോ അവരെ നല്ലതുപോലെ അടിക്കുക. എന്നാൽ ഹീറോയിനാകട്ടെ ഇതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു. തുടർന്ന് ഹീറോയിനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഹീറോയിൻ ഒരു താങ്ക്സ് മാത്രം പറഞ്ഞ് ഒഴിവാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ തൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുത്തിട്ട് പറയാം, ഇത് വെച്ച് നീ ഞെറ്റിട്ടോ.
ഹീറോയിൻ പറയാ എൻ്റെ വീട്ടിൽ വൈഫൈ തന്നെ ഉണ്ട്, പിന്നെ എന്തിനാ എനിക്ക്, പിന്നെ നീ എന്താ എൻ്റെ മെസ്സേജിന് എന്താ റിപ്ലൈ തരാത്തത് എന്ന് ഹീറോ ചോദിക്കുക. ഞാൻ 8 മണി ആകാറുമ്പോഴൊക്കെ ഉറങ്ങാറുണ്ട്, പിന്നെ ഫോണൊന്നും നോക്കാൻ ടൈം കിട്ടാറില്ല എന്ന് കാരണം പറഞ്ഞ് ഹീറോയിൻ രക്ഷപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഹീറോയിൻ ആ മെസ്സേജ് കണ്ടായിരുന്നു. ഹീറോ വന്ന് ഹീറോയിനെ ഡ്രോപ്പ് ചെയ്യുന്നത് ഹീറോയുടെ അമ്മയെ കണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല അവിടെ അമ്മയുടെ പെരുമാറ്റം. അമ്മയാകട്ടെ മോളോട് ചോദിക്കുക, ഇതാരാ, നിൻ്റെ പുതിയ ബോയ് ഫ്രണ്ട് ആണോ, കാണാൻ എന്ത് നല്ല ഭംഗിയാ എന്നൊക്കെ ചോദിച്ച് ടോർച്ചർ ചെയ്യുകയാണ്. ഹീറോയുടെ പുറകെ ഉള്ള ടോർച്ചർ കാരണം ഹീറോയിൻ ക്യാൻറ്റീനിൽ തന്നെ പോകാൻ മടിച്ചിരുന്നു. അവൾക്ക് ഹീറോയെ ഫേസ് ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. അവളുടെ ഫ്രണ്ട് പറയാ, അത് ശരിയാ, നീ അവനെ കാണാനിരിക്കുന്നത് തന്നെ നല്ലതാ, ഇന്ന് രാവിലെ കൂടെ എന്താ ചെയ്തതെന്ന് അറിയാവോ എന്ന് ചോദിച്ചൊരു ഫ്ലാഷ് ബാക്ക് പറയുകയായിരുന്നു. ഹീറോ ആകട്ടെ ഹീറോയിനുടെ ഫ്രണ്ടിൻ്റെ വെള്ളം എടുത്ത് കുടിച്ചിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പുറകെ പോയി പറയാ, നീ എന്തിനാ എൻ്റെ വെള്ളം എടുത്ത് കുടിച്ച്, ഇത് എൻ്റെ പീരിയഡ് സ്പ്രിങ് ആയിരുന്നു. ഇത് കേട്ടപാടെ ഹീറോ ആണെങ്കിൽ ഛർദ്ദിക്കുന്ന എക്സ്പ്രഷൻ ഇട്ട് കൂട്ടുകാരിയെ കളിയാക്കിയായിരുന്നു. അവൾ പറയാ, ഇതുപോലുള്ള പയ്യന്മാരടുത്ത് കൂട്ടുകൂടുന്നതിനേക്കാൾ കൂട്ടുകൂടാതിരിക്കുന്നതായിരിക്കും നല്ലത്, ഇവനൊക്കെ മഹാ അഹങ്കാരിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഹീറോ കറക്റ്റ് ബാക്കിൽ നിന്ന് വരികയായിരുന്നു കേട്ടുകൊണ്ട്. എന്നാൽ ഹീറോ ആകട്ടെ രാവിലെ അവളുടെ വെള്ളം എടുത്ത് കുടിച്ചതിന് പകരമായി സ്നാക്സ് വാങ്ങിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. എന്തെന്നറിയില്ല, ഹീറോയിൻ്റെ ഫ്രണ്ടിന് ഹീറോയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഹീറോ ആകട്ടെ ഹീറോയിനെ ക്യാൻറ്റീനിൽ കാണാത്തതിനാൽ ഹീറോയിനിക്കുള്ള ഫുഡുമായി വരികയായിരുന്നു. എന്നിട്ട് പറയാം, ഞാൻ നിന്നെ ഇന്ന് ഡ്രോപ്പ് ചെയ്തോളാം, സ്കൂളിൻ്റെ ബാക്ക് ഗേറ്റിൽ ഞാൻ വെയിറ്റ് ചെയ്തോളാം. എന്നാൽ ഹീറോയിൻ ആകട്ടെ ഒഴിഞ്ഞു മാറാനായി പറയാം, എനിക്ക് സ്റ്റുഡൻസ് കൗൺസിലിൽ ഇന്ന് കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും, നീ പൊയ്ക്കോ. എന്നാൽ സ്കൂൾ വിട്ട് നേരത്തെ ഇറങ്ങുന്ന ഹീറോയിൻ ആരും കാണാതെ പതിയെ ഒളിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ വന്ന് പെട്ടത് ഹീറോയിൻ്റെ മുന്നിലായിരുന്നു. എന്നിട്ട് ഹീറോ പറയാ, നീ എന്തായാലും നേരത്തെ വന്നാലേ ഞാൻ ഇന്ന് നിന്നെ ഡ്രോപ്പ് ചെയ്യാം, ഇന്നലെ നടന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഹീറോയിൻ വളരെ ദേഷ്യത്തിൽ പറയാം, നീ ആരാ എൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടാൻ, മേലാൽ എൻ്റെ കാര്യത്തിൽ ഇതുപോലെ ഇടപെടരുത് എന്ന് ഭയങ്കര ഹാർഷായിട്ട് ഹീറോയിനെ വഴക്ക് പറയാം. എന്നാൽ ഹീറോയിൻ വീട്ടിലെത്തിയ പാടെ ഹീറോയുടെ കോൾ അവൾക്കുണ്ടായിരുന്നു. ഇത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും ഹീറോ അത് കാര്യമാക്കാതെ അവളെ വീണ്ടും വിളിക്കുകയായിരുന്നു. എന്നാൽ അവൾ ഫോൺ എടുക്കാൻ ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി, ഹീറോയിൻ്റെ ഫ്രണ്ടിനെ നമുക്ക് ഇനി മുതൽ അനു എന്ന് വിളിക്കാം. ഡേറ്റിങ്ങിന് പോയിരുന്ന അനുവിൻ്റെ ഫോൺ വാങ്ങി ഹീറോയിൻ വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്ത ഹീറോയിൻ ഷോക്കായി പോയി. കാരണം വീണ്ടും ഹീറോ ആണോ? ഹീറോയോട് ചോദിക്കാം, നീ എന്താ വീണ്ടും? അപ്പോൾ ഹീറോ പറയാം, ഞാൻ വെറുതെ വിളിച്ചതാ, നീ ഒരു അപകടം കൂടാതെ വീട്ടിലെത്തിയോ എന്നറിയാൻ വിളിച്ചതാ, എനിക്കിത് മതി, നീ സേഫായി വീട്ടിലെത്തിയെന്ന് അറിഞ്ഞു എന്ന് ഹീറോ പറയാം. നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ ഹീറോയിൻ്റെ ഫ്രണ്ടായ അനു അവളുടെ ഒരു കൂട്ടുകാരിയുമായി സംസാരിക്കുക. അവളുടെ ഫ്രണ്ടിന് എന്തോ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള കാര്യമായിരുന്നു ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ട് വന്ന ഹീറോ പറയാം, നല്ല ആളോടാ മാർക്കിൻ്റെ കാര്യം പറയുന്നത്, അവൾ എടുത്തു വെച്ചിരിക്കുന്ന മാർക്ക് കണ്ടാലേ മതി എന്ന് ഹീറോ അനുവിനെ കളിയാക്കുക. അനു പറയാം, നീ ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക. ഹീറോ പറയാം, ചേച്ചി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനോ? ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് വേണം നിനക്ക് എൻ്റെ മേലെ ലവ് തോന്നാൻ. നിന്നെ പോലുള്ള ക്യാരക്ടറുള്ള പെൺകുട്ടികളൊന്നും എനിക്ക് ഇഷ്ടാവില്ല എന്ന് ഹീറോ കളിയാക്കി കൊണ്ട് പറയാം. അനുവും തിരിച്ച് വിട്ടുകൊടുക്കാതെ പറയാം, നിൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഹീറോയിൻ പോലും നിന്നെ തിരിഞ്ഞു നോക്കാത്ത, ഹീറോയിൻ നിന്നെ കണ്ടാലേ ഇഷ്ടമല്ല, നീ പോയി ആദ്യം കണ്ണാടി നോക്ക്, നിൻ്റെ മുഖം എങ്ങനെ ഉണ്ടെന്ന് നോക്ക്, ഹീറോയിനിക്ക് നീ ഒട്ടും മാച്ചല്ല. ഈ സംഭവത്തിന് ശേഷം ഹീറോ ആണെങ്കിൽ ഹീറോയിനെ നല്ലതുപോലെ അവോയ്ഡ് ചെയ്യായിരുന്നു. കാരണം അനു പറഞ്ഞതനുസരിച്ച് ഹീറോയിനിക്ക് തന്നെ ഇഷ്ടമല്ല എന്നാണ് ഹീറോ കരുതിയിരുന്നത്. അതായത് ഓപ്പോസിറ്റായിട്ട് നടന്നു വന്ന മൈൻഡിയതും പഴയതുപോലെ ഹീറോയിനിക്ക് മെസ്സേജ് അയക്കുന്നതുമെല്ലാം ഹീറോ പതിയെ നിർത്തി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹീറോ സ്കൂളിലെ ഒരു കുട്ടിയുമായി സംസാരിക്കുന്നതും ഹീറോയിൻ കാണാൻ ഇടയാകുന്നതും അങ്ങനെ അവൾക്ക് പൊസസീവ് ഉണ്ടാകാൻ ഇടയാവുകയും ചെയ്യുന്നു. തുടർന്ന് അവൾ വീട്ടിലെത്തി ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുക, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അപ്പോൾ ഹീറോ പറയും, നമുക്ക് നേരിലൊന്ന് കണ്ടാലോ? ഹീറോ ചോദിക്കുക, ഞാൻ ആരാ നിന്നോട് ദേഷ്യപ്പെടാൻ, നിനക്ക് എന്നോട് വെറുപ്പല്ലേ, പിന്നെ ഞാൻ എന്തു പറയാനാ എന്ന് സങ്കടത്തോടെ പറയുക. അപ്പോൾ ഹീറോ പറയാം, ഞാൻ നിന്നെ വെറുക്കുന്നു, ആര് പറഞ്ഞു നിന്നോട്, എനിക്ക് നിന്നോട് വെറുപ്പൊന്നും ഇല്ല. അപ്പോൾ ഹീറോ ചിരിച്ചുകൊണ്ട് പറയാം, നിൻ്റെ ഫ്രണ്ട് അനു പറഞ്ഞു നിനക്ക് ബുക്ക് സ്റ്റോറിൽ പോകണമെന്ന്, നമുക്ക് പോയാലോ? അങ്ങനെ അവർ ബുക്ക് സ്റ്റോറിലേക്ക് പോകുന്നു. ഹീറോയിനാകട്ടെ അവിടെ നിന്ന് ഒരു ബുക്ക് എടുക്കായിരുന്നു. പക്ഷേ അതിൻ്റെ വില ഒരുപാട് അധികമായിരുന്നു. അവൾ അത് തിരിച്ചു വെച്ചിട്ട് വേറൊരു ബുക്ക് എടുത്തു. ഇവർ ബില്ലിടാൻ വരുന്ന സമയം ഒരു പയ്യൻ ഇടയ്ക്ക് കയറിയായിരുന്നു. ഹീറോ ആവട്ടെ അവനോട് കയറി ചൂടായി. പക്ഷേ ഹീറോയിൻ വളരെ സമാധാനമായി അവനെ വലിച്ചു കൊണ്ടിരുത്തി പറയുക, എപ്പോഴും ഈ വഴക്കുകൊണ്ട് എല്ലാം നേടാൻ കഴിയണമെന്നില്ല. അതേസമയമാണ് ഹീറോയിൻ്റെ അമ്മ ഹീറോയിനെ ഫോൺ വിളിക്കുന്നത്. പെട്ടെന്ന് എന്നെ ചാടി കയറി ഹീറോ ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും, ആൻറ്റി എന്നെ ഓർമ്മയുണ്ടോ, ഞാനാണ് നിങ്ങളുടെ മോളെ അന്ന് ഡ്രോപ്പ് ചെയ്തത് എന്നൊക്കെ സംസാരിക്കുകയാണ്. പക്ഷേ ഹീറോയിനാകട്ടെ ഇത് ഇഷ്ടപ്പെടാതെ ടെൻഷനായി ഹീറോയുടെ അടുത്ത് വഴക്കിടുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ഹീറോയിനോട് പറയാം, ഇങ്ങ് നോക്ക് സൽമ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഹീറോയിനാകട്ടെ ഒന്നും റെസ്പോൺസ് ചെയ്തില്ല. ഹീറോ പറയാം, നീ ആലോചിച്ചൊക്കെ പറഞ്ഞാൽ മതി, പക്ഷേ ഒരുപാട് താമസിക്കാത്ത, കാരണം എൻ്റെ മനസ്സിനും ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമായാലോ, അതുകൊണ്ട് പെട്ടെന്ന് എന്നെ ഒരു മറുപടി പറയണമെന്ന് ഹീറോ പറയാണ്. അടുത്ത ദിവസം തന്നെ ഹീറോയിൻ്റെ വീട്ടിലെത്തിയാണ്. ഹീറോയിനെ കൊണ്ട് പുറത്തു പോകാനായി. അതേസമയം ഹീറോയിൻ ആണെങ്കിൽ മുഖത്ത് ഫേസ് മാസ്കുമായാണ് പുറത്തു വരുന്നത്. ഇത് കണ്ട് ഹീറോയിൻ്റെ അമ്മ പറയാം, നീ ആദ്യം പോയി മുഖം ഒന്ന് കഴുകി, ഇത് കണ്ട് ഇവൻ പേടിച്ചു പോയാലോ, നിന്റെ പുറകെ ആകെ വരുന്ന പയ്യൻ ഇവനാ എന്ന് ഹീറോയിൻ്റെ അമ്മ ഹീറോയിനോട് പറയാം. ഹീറോയിനെ കൊണ്ടുപോയത് വേറെ എവിടെയുമല്ല, ഹീറോയുടെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കാടാ, നീ എന്നെ പാർട്ടിക്കാണോ കൊണ്ടുവന്നത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരില്ലായിരുന്നു. അപ്പോൾ ഹീറോ പറയാം, നീ എല്ലാ ഡ്രസ്സിലും നന്നായിട്ടല്ലേ ഇരിക്കുന്നത് കാണാൻ. അങ്ങനെ ഇവർ മുത്തശ്ശിയുടെ അടുത്ത് പോവുകയാണ്. മുത്തശ്ശി ചോദിക്കുക, 2 വർഷമായിട്ട് നിനക്ക് ഇപ്പോഴാണോ എന്നെ കാണാൻ വരാൻ തോന്നുന്നത്? നിൻ്റെ അച്ഛനും നീയും എന്നെ മറന്നോ?
അപ്പോൾ ഹീറോ പറയാ ഇല്ല. ഹീറോ ആവട്ടെ ഹീറോയിനെ ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് മുത്തശ്ശിയെ പരിചയപ്പെടുത്തിയ. പക്ഷേ ഇത് കേട്ട് നിന്ന കസിൻ എന്തോ ഇഷ്ടമായില്ല. കാരണം വേറൊന്നുമല്ല, കസിനും ഹീറോയും മുന്നേ ഡേറ്റ് ചെയ്തവരായിരുന്നു. എന്നാൽ ഇപ്പോൾ കാരണം എന്താണെന്നറിയില്ല, അവരിപ്പോൾ ബ്രേക്കപ്പ് ആയവരാണ്. കസിൻ ഹീറോയിനോട് ചോദിക്കുക, നീ എന്തായാലും അവളുടെ ഗേൾ ഫ്രണ്ട് അല്ലേ, നിന്നെ എന്തായാലും ആ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി കാണുമെന്ന്. അപ്പോൾ ഹീറോ ദേഷ്യത്തോടെ അവളടുത്ത് പറയാം, നീ ഒന്നും മിണ്ടാതിരിക്കും, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. തുടർന്ന് ഹീറോയുടെ അച്ഛനും അവിടെ എത്തിയിരുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടമായിട്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നിറങ്ങി. അടുത്ത സീനിൽ ഹീറോ ആണെങ്കിൽ ഹീറോയുടെ അമ്മയെ കാണാനാണ് വന്നിരിക്കുന്നത്. മാനസിക പ്രശ്നങ്ങൾ ഉള്ള സ്ത്രീയാണ് ഹീറോയുടെ അമ്മ. ഹീറോയെ കണ്ട പാടെ, ഡാനിയൽ നീ എങ്ങനെ ഇരിക്കുന്നു, സ്കൂളിൽ എങ്ങനെയാണ് പഠിത്തമൊക്കെ, നീ ആയിരിക്കും ടോപ്പർ അല്ലേ എന്നൊക്കെ ഹീറോയെ നോക്കി ചോദിക്കുക. എന്താണെന്നറിയില്ല, ഈ ഡാനിയൽ ആരാണെന്നും അറിയില്ല. പക്ഷേ ഹീറോയെ നോക്കി ഡാനിയൽ നിന്നാണ് അവൻ്റെ അമ്മ സംസാരിക്കുന്നത്. തുടർന്ന് തന്നെ ഹീറോയുടെ കസിനും അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുക, ഈ ഡാനിയൽ മരിച്ച സമയത്തൊക്കെ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിരുന്നു, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, പക്ഷെ നീ അറ്റൻഡ് ചെയ്തില്ലല്ലോ. അപ്പോൾ കസിൻ പറയാം, ഞാനും ഡിപ്രഷനിലായിരുന്നു, അതാ എനിക്കും തിരിച്ച് വിളിക്കാനൊന്നും പറ്റാത്തത്. കസിൻ ചോദിക്കുക, നിൻ്റെ ഗേൾ ഫ്രണ്ട് സൽമയാണോ? അപ്പം ഹീറോ പറയാം, നീ അതറിയാനാണോ ഇവിടെ വന്നേ, നീ അതറിയേണ്ട കാര്യമില്ല, മര്യാദയ്ക്ക് തിരികെ പോയി. പക്ഷേ അവളാണെങ്കിൽ ഹീറോ പറയുന്നത് കേൾക്കാതെ നേരെ ഹീറോയിൻ്റെ അടുത്ത് പോയി ഭീഷണിപ്പെടുത്തുകയാണ്. ഞാനും നാഥനും തമ്മിലുള്ള ചെറിയ വയസ്സിലുള്ള ബന്ധമാണ്, നീ അതിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല, മര്യാദയ്ക്ക് ഒതുങ്ങി പോയാൽ നിനക്ക് കൊള്ളാമെന്ന് കസിൻ ഹീറോയിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ സംഭവത്തിന് ശേഷം ഹീറോയിനാണെങ്കിൽ ഹീറോയെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഹീറോ ചോദിക്കുക, നീ എന്നെ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നത്? ഹീറോയിൻ പറയുക, അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ടാക്സിയിൽ കയറുകയാണ്. കൂടെ ഹീറോയും കയറുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കസിൻ ദൂരെ നിൽപ്പുണ്ടായിരുന്നു. അവൾക്ക് ഇതൊക്കെ കണ്ടതോടെ ഹീറോയിൻ്റെ മേലെ കൂടുതലും ദേഷ്യം തോന്നി. കസിൻ ആണെങ്കിൽ നേരെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് പറയാം, നിനക്ക് എൻ്റെ മേലുള്ള പേടിയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിച്ച് ഹീറോയിനെ അടിക്കാൻ കൈ ഓങ്ങിയ. ആ സമയം കറക്റ്റ് ഹീറോ അവിടെ എത്തി. എന്നിട്ട് കസിൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറയാം, നിനക്ക് അറിയാലോ എനിക്ക് നിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഒന്നുമില്ലെന്ന്, പിന്നെ എന്തിനാ ശല്യം ചെയ്യുന്നത്? ഞാൻ ഇവിടെ നടന്നതെല്ലാം വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഇനി മേലാൽ ഹീറോയിനെ ശല്യം ചെയ്താൽ എനിക്ക് ഈ വീഡിയോ പ്രിൻസിപ്പലിനെ കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവരെ അവിടെ നോട്ടിക്കുകയാണ്. ഹീറോയിനോട് ചോദിക്കുക, എന്താ സൈമ നിനക്ക് പറ്റിയത്? ഇതൊക്കെ പറയാതിരുന്ന എങ്ങനെ ശരിയാവും? ഞാൻ മുന്നേ പറഞ്ഞതല്ലേ, മനുഷ്യരുടെ മനസ്സിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് തീരുമ്പേ തന്നെ നിന്റെ തീരുമാനം എന്നോട് പറയണം എന്ന് ദേഷ്യപ്പെട്ട് ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഹീറോയിൻ്റെ ഫ്രണ്ടായ അനുവിനെ മീറ്റ് ചെയ്യാണ്. അനു പറയാണ്, ഹീറോയിൻ ഇതുവരെ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല, സോ നീ അവൾക്ക് കുറച്ച് ടൈം കൊടുക്കേണ്ടതുണ്ട്. അടുത്ത സീനിൽ തന്നെ ഹീറോയിനുടെയും മീറ്റിംഗ് ആണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുക, നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ ഹീറോ പറയുക, ഇതുവരെ എല്ലാവരും എന്നെ പറഞ്ഞാൽ കേൾക്കാത്ത അഹങ്കാരം പിടിച്ച പയ്യനായിട്ടാണ് കണ്ടിരുന്നത്, നീ മാത്രമാണ് എന്നെ മനുഷ്യനായിട്ട് കണ്ടത്. ഇതും പറഞ്ഞ് ഹീറോയിൻ ഫസ്റ്റ് സീനിൽ വെച്ച് കൊടുത്ത ബാൻഡേജിൽ വെച്ചൊരു ബൊമ്മയൊക്കെ ഉണ്ടാക്കിയത് ഹീറോ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ പറയാം, നമുക്കും എങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, എന്ത് ചെയ്യാം? അപ്പോൾ ഹീറോയിൻ പറയാം, നമുക്കും ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഹീറോയിനും ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ രംഗത്തോടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാനായി കാത്തിരിക്കുക. ലവ് യു ഓൾ. ഇന്നത്തെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലതായാലും മോശമായാലും കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു ഓൾ.